വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ പൂക്കണി ബ്ലോഗ്സ് ഗൈസ്. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഗൈസ്. ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം ഗൈസ്. ബൈ ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ കോസ്റ്റ്യൂം. ഗൈസ് നമുക്ക് സൺസ്ക്രീം ഇടാം ഗൈസ്. ജസ്റ്റ് ഒന്ന് ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോമ്പാക്റ്റ് ഇടാം ഗൈസ്. ഐലൈനർ വരയ്ക്കാം. കുറേ നാൾക്ക് ശേഷമാണ് ഐലൈനർ വരയ്ക്കുന്നത്. അപ്പം ഐലൈനർ വരയ്ക്കാൻ വേണ്ടിയുള്ളൊരു ഒരുപാട് നാൾ ഐലൈനർ യൂസ് ചെയ്യാതിരിക്കുമ്പോഴുള്ളൊരിത് ഫീൽ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ അകത്തൊന്ന് വീഴാത്ത രീതിയിൽ ഇൻഫെക്ഷനായിരുന്നു കണ്ണിൽ. അപ്പോൾ അത് അകത്തൊന്ന് വീഴാത്ത രീതിക്കാണ് ഞാൻ വരച്ചത്. സ്കൂൾ ടൈം തൊട്ടേ ഡയസിലറിൻ്റെ ബ്രാൻഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് അവിടെ സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടൊക്കെ വന്നു. ജസ്റ്റ് വീഡിയോ എടുക്കുന്നതെന്ന് അറിയാതെയാണ് വന്നത്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഐലൈനറൊക്കെ വരച്ച് കഴിയാറായി ഗൈസ്. അത് കഴിഞ്ഞിട്ട് കമ്മലിടാം. ബർത്ത്ഡേൻ്റെ അന്ന് പോയി വാങ്ങിച്ചതാണ് ഗൈസ് ഇത് ഡ്രസ്സും കമ്മലും ഒക്കെ. അത് കഴിഞ്ഞിട്ട് പൊട്ടിടാം. അത് കഴിഞ്ഞ് വാച്ച്. ഓക്കെ, മാല. ഗോൾഡ് അല്ല ഗൈസ്, ഗ്യാരൻ്റിയാണ്. ഡെയിലി യൂസ് ആയതുകൊണ്ട് എപ്പോഴും ഫാൻസി യൂസ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഒരു ഗ്യാരൻ്റി മാല വാങ്ങിച്ചു ഗൈസ്. അത് കഴിഞ്ഞ് ലിപ്സ്റ്റിക്ക്. ഇത് മസ്റ്റാണ് ഗൈസ്. ഇത് യൂസ് ചെയ്യാതെ എവിടെയും ഞാൻ പോകത്തില്ല. ഓക്കെ, ലിപ്സ്റ്റിക്ക് ഇടാം. ഇടയ്ക്ക് ക്യാമറ ഓഫാണോ എന്നറിയാൻ വേണ്ടിയാണ് ഇടയ്ക്ക് ക്യാമറയിലോട്ട് കണ്ണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് സൈഡിലൊക്കെ പറ്റിയിരിക്കുന്നതൊക്കെ തുടച്ച് കളഞ്ഞ് ചീപ്പ് വെച്ച് മുടിയൊക്കെ ഒതുക്കി. ഇന്ന് കുളിച്ചില്ല ഗൈസ്. ഇവിടെ വെള്ളത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എല്ലാ ദിവസവും കുളിച്ചാൽ മുടീൻ്റെ പൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്ന ടൈമിൽ നല്ലോണം മുടി കൊഴിഞ്ഞു ഗൈസ്. അപ്പം മുടി നല്ല ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് സിറം ഞാൻ ഇടയ്ക്ക് വെച്ച് യൂസ് ചെയ്യുമെന്ന്. അങ്ങനെ അത് യൂസ് ചെയ്യണം ഗൈസ്. അത് കഴിഞ്ഞ് മുടിയൊക്കെ ജസ്റ്റ് ഒന്ന് ആ ഒരു ഡ്രൈനെസ്സൊക്കെ പോയി ജസ്റ്റ് നല്ല സ്മൂത്തായിട്ടോ. അപ്പോൾ കുറേ നാളുകൊണ്ട് എൻ്റെ ഒരു ഹെയർ സ്റ്റൈലെന്ന് പറയുമ്പോൾ ഒരു ബൺ വെച്ച് ജസ്റ്റ് ഒന്ന് മുകളിൽ പിടിച്ചൊന്ന് കെട്ടുന്ന ഒരു സ്റ്റൈലാണ്. മടി പിടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പലപ്പോഴും ചെയ്യുന്നത്. ജസ്റ്റ് ഒരുങ്ങിയതെല്ലാം ഐലൈനറൊക്കെ ഒരു ശരിയായെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. അത് കഴിഞ്ഞ് ടോട്ടൽ ഫാനിൻ്റെ സൗണ്ട് കാരണം എൻ്റെ വോയിസ് കട്ട് ചെയ്തിട്ട് ഞാൻ ഓൺ വോയിസ് ആയിട്ട് പറയണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ബൈ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ.